അനധികൃത വയൽ നികത്തൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം. അനധികൃതമായി നടക്കുന്ന നെൽവയൽ നികത്തൽ തടഞ്ഞ് നിലം പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. 2 ദിവസമായി എറണാകുളത്ത് നടന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഏറ്റവും ശക്തമായ ഭൂമി പട്ടയ അസംബ്ലികളിലൂടെയും പട്ടയ ഡാഷ്ബോർഡിലൂടെയും പരമാവധി പേരെ ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ലക്ഷ്യം ചെറുതെടുത്തുകൊണ്ട് പൂർത്തീകരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കളക്ടർമാരുടെ യോഗം ഇന്ന് ചേർന്നപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിലെ പട്ടയ ഡാഷ്ബോർഡുകളിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളോടൊപ്പം തന്നെ കേരളത്തിലെ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടാത്തതും എന്നാൽ ദീർഘകാലമായി ഈ മേഖലകളിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുൾപ്പെടെ നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ന് കളക്ടർ കോൺഫറൻസ് 2 ദിവസത്തിന് ശേഷം സമാപിക്കുമ്പോൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടയ വിതരണ കാലമായിട്ട് ഇതിനെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. കേരളത്തിൽ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട ദീർഘമായിട്ടുള്ള ഒരു കാലത്തിന് ശേഷം 27 RDOമാരിൽ നിന്ന് 71 RDOമാർ ഉൾപ്പെടെയുള്ള ഡെപ്യൂട്ടി കളക്ടർമാരിലേക്ക് ഭൂമി തരം മാറ്റാനുള്ള അധികാരം നമ്മുടെ കയ്യിൽ നിയമത്തിലൂടെ നിയമ ഭേദഗതിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയൊരു കാലം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏറ്റവും വേഗതയിലാകാൻ രണ്ടാഴ്ചയിൽ ഒരു തവണയെങ്കിലും കളക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പരിശോധിക്കാൻ ഉൾപ്പെടെ തീരുമാനിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു നമ്മുടെ മീറ്റിംഗ്. അതിൻ്റെ ഭാഗമായി 25 സെൻറ്റ് വരെയുള്ള തരം മാറ്റാനുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർമാരുടെ കൂടി സാന്നിധ്യത്തിൽ 71 കേന്ദ്രങ്ങളിലെയും അദാലത്ത് തരംമാറ്റ അദാലത്ത് ഒക്ടോബർ 25-നും നവംബർ 10-നും ഇടയിൽ കേരളത്തിൽ സംഘടിപ്പിക്കും. റവന്യൂവുമായി ബന്ധപ്പെട്ട ദീർഘമേറിയ പ്രശ്നങ്ങൾ, വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം കാണാൻ എല്ലാ ജില്ലകളിലും മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള റവന്യൂ അദാലത്ത് ജനുവരി മാസം 2025 ജനുവരി മാസം കേരളത്തിലെ 14 ജില്ലകളിലും സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ഇന്നിവിടെ എടുത്ത വളരെ നിർണായകമായ തീരുമാനങ്ങൾ, അഴിമതിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടുകൾ, വില്ലേജ് തല ജനകീയ സമിതികളെ കൂടുതൽ കരുത്താർജിക്കാനുള്ള തീരുമാനങ്ങൾ, നെൽവയൽ അനധികൃതമായി നികത്തിയ മുഴുവനിടങ്ങളിലും ആ നെൽവയലുകൾ തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക മുന്നേറ്റങ്ങൾ, സർക്കാരിൻ്റെ ഭൂമി സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ മിച്ചഭൂമിയായി പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ ഏറ്റവും വേഗതയിൽ ഭൂരഹിതരായ ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണിന്ന് റവന്യൂ മേഖലയിലുള്ള. തോട്ടഭൂമി ഉൾപ്പെടെയുള്ള ഭൂമി അനുവദിച്ച കാര്യങ്ങൾക്കല്ലാതെ തരം മാറ്റുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇത്തരം ഭൂമിയുടെ തരം മാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ താലൂക്ക് ലാൻഡ് ബോർഡുകളിൽ റിപ്പോർട്ട് ചെയ്ത മിച്ചഭൂമി കേസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പിനെ ജനകീയവൽക്കരിക്കാനുള്ള വില്ലേജ് തല ജനകീയ സമിതിയുടെ പ്രവർത്തനം ഊർജിതമാക്കും. ഇതിനായി കൂടുതൽ ഡെപ്യൂട്ടി തഹസീൽദാർമാർക്ക് ചുമതല നൽകും. സർക്കാരിൻ്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി എല്ലാ ജില്ലയിലും പട്ടയ മേളകൾ സംഘടിപ്പിക്കും. ഭൂമി തരം മാറ്റത്തിനുള്ള കുടിശ്ശിക അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ഒക്ടോബർ 25 മുതൽ നവംബർ 10 വരെ പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിനും സത്വര പരിഹാരം കാണുന്നതിനും തഹസീൽദാർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് 4 മേഖലാ യോഗങ്ങൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷൻ ഡോക്ടർ എ കൗശികൻ, ജോയിൻറ്റ് കമ്മീഷണർ എ ഗീത, റവന്യൂ അഡീഷണൽ സെക്രട്ടറി ഷീബ ജോർജ്, സർവേ ഡയറക്ടർ സിറാം സാംബശിവറാവു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.